ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാടേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ. എൻ വീണ്ടെടുപ്പു നാടേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു.
യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യവും 14-ാം അധ്യായം 9-ാമത്തെ വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. 3:10. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, യേശു നീക്കോദീമുസിനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? കർത്താവായ യേശുക്രിസ്തു ആഴമേറിയ ചില മർമ്മങ്ങൾ, ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ നിത്യജീവന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വന്ന് നീക്കോദീമോസിനോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും ജനനത്തെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ആദ്യം നീക്കോദീമോസിനോട് പറയുന്നത്. സ്വർഗരാജ്യത്തിൽ പോകണമോ വീണ്ടും ജനിക്കണം? അത് പരീശനായിരിക്കുന്ന ഉപദേഷ്ടാവായിരിക്കുന്ന നീക്കോദീമോസിന് മനസ്സിലാകുന്നില്ല. പള്ളിഭക്തനാണ്, ന്യായപ്രമാണം അറിയാവുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഉള്ളം തൊട്ടൊരാഗ്രഹം പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നീക്കോദീമോസിന് അല്പം പോലും അത് മനസ്സിലായില്ല. ഇന്നും ആത്മീയരായിട്ട് നടക്കുന്ന അനേക ദൈവമക്കൾക്കും, അല്പം വേദനയോടെ പറയട്ടെ, കൂട്ടായ്മയിൽ നിരന്തരമായി വന്ന് സംബന്ധിക്കുന്ന ചില വിശ്വാസികൾക്കും ആത്മീയത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പൊരുളെന്താണ്, മർമ്മം എന്താണ് എന്ന് പിടികിട്ടിയിട്ടില്ല. കർത്താവ് ഉള്ളം തൊട്ടല്പം വേദനയോടെ ഇപ്രകാരം അവനോട് പറയുകയാണ്, നീക്കോദീമോസിനോട് പറയുകയാണ്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? സഭയിൽ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്, അറിവുണ്ട്, പക്ഷേ മർമ്മം അറിഞ്ഞുകൂടാ, നീ ഇതറിയുന്നില്ലയോ? ഫിലിപ്പോസിനോട് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾക്ക് പോലും വീണ്ടും ജനനം അല്ലെങ്കിൽ കാൽവറി ക്രൂശിന്റെ മർമ്മം പിടികിട്ടുന്നില്ല. നീ ഇത് അറിയുന്നില്ലയോ ഫിലിപ്പോസ് എന്നാ ചോദിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നിനക്ക് അറിഞ്ഞുകൂടെ? ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള മർമ്മം നിനക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ലല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം അപ്പം വർദ്ധിപ്പിക്കാൻ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിവുണ്ടോ എന്ന് നിനക്കറിയാം. മരിച്ചവരെ ജീവിപ്പിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് അധികാരമുണ്ടോ എന്ന് നിനക്കറിയാം. രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി മതിയായതാണെന്ന് ഫിലിപ്പോസ് നിനക്കറിയാം. പക്ഷേ അറിയേണ്ട കാര്യം നീ അറിയുന്നില്ലല്ലോ, സ്വർഗരാജ്യത്തിലേക്ക് തുറന്ന ഏക വഴി എന്താണ് എന്ന്. നിന്റെ മുമ്പിൽ നിന്നതും നിന്റെ മുമ്പിൽ നടന്നതും ആ വഴിയല്ലേ? ഇതുവരെ നിനക്ക് പിടികിട്ടിയിട്ടില്ലല്ലോ. അല്പം വേദനയുടെ ശബ്ദമാണ്, ഞാനും അത് ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങൾ വചനം എവിടെയെല്ലാം ആരെല്ലാം ഘോഷിച്ചാലും ആകെ ഒരേ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ടുള്ളൂ. സ്വർഗരാജ്യത്തിലേക്ക് കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി തുറന്ന വിശുദ്ധ വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതായ ആ ഒരു വിത്ത് പാകി കൊടുക്കണം. അതിന്ന് അനേകർക്ക് വേണ്ടവണ്ണം പൊരുൾ തിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേദനിക്കുകയാണ്. ഇന്ന് ഈ വചനങ്ങൾക്കും ദൈവമക്കളെങ്കിലും ഈ സത്യമൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നമ്മുടെ ധ്യാന വിഷയം? ഒരു വിശ്വാസി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. 1 കൊരിന്ത്യർ, ഇനി ഞാൻ വായിക്കുന്ന ഓരോ വേദവാക്യത്തിലും അറിയുന്നില്ലയോ എന്നുള്ളൊരു പദപ്രയോഗം കാണും. അറിയേണ്ടതാണ്, അറിയുന്നില്ലയോ. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ആരാണ്?
നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതിൻ്റെ ഒരു വിശദീകരണം പോലെയാണ് 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. നിങ്ങളുടെ ശരീരം ഒരു ദൈവാലയമാണ്, ഒരു മന്ദിരമാണ്. എന്തിനുള്ളത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കുടിയിരിക്കുവാനുള്ളതായ ഒരു മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വകയല്ല, കാൽവറിയിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ വകയാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. എല്ലാവരും കേട്ടോ ആ മർമ്മം? യു ആർ ദി പേഴ്സണൽ ഇൻഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. യു ആർ ദി ഹൗസ് ഓഫ് ഗോഡ്. ആരെല്ലാം ഉണ്ട് ദൈവമക്കളെ ഈ കർത്താവായ യേശുക്രിസ്തു വസിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം യേശു ഉള്ളിലുള്ള ദൈവമക്കൾ ആരെല്ലാം ഉണ്ട്? ഹല്ലേലൂയ. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി, 10-12 വയസ്സ് മാത്രം. ആ കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അത് വാൽവ് മാറ്റിവെക്കുകയാണ്. ഡോക്ടർ ആ ഓപ്പറേഷൻ ഡേയിൽ ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മാതൃക്കന്മാരെല്ലാം കേൾക്ക് പറഞ്ഞു, മോളുടെ ഹൃദയം ഞാൻ കീറി അതിൻ്റെ വാൽവ് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും. ഡോക്ടർ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു, ഹാർട്ട് കീറണം, ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. എല്ലാവർക്കും സങ്കടമായി, വേദനയായി. ഇനി നിങ്ങൾ കേൾക്കണം. ആ നിഷ്കളങ്കയായ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഡോക്ടറെ, ഡോക്ടർ എൻ്റെ ഹൃദയം മുഴുവൻ കീറുമോ? വേണം മോളെ, മുഴുവൻ കീറിയാൽ മാത്രമേ ആ വാൽവ് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോക്ടർ ഹൃദയം കീറി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർക്കൊരു കാഴ്ച കാണാം. എന്ത് കാഴ്ചയാ? നിങ്ങളും അത് കേൾക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ യേശു ഇരിക്കുന്ന കാഴ്ച ഡോക്ടർക്ക് കാണാം. ഞാനൊരു തത്വം നിങ്ങളോട് പറയുകയല്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിലിരുന്ന് വാഴുന്നുണ്ടോ, ഭരിക്കുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ശങ്കുണ്ട് എങ്കിൽ അത് യേശുവിൻ്റെ ഇരിപ്പിടമാണ്. അല്ലാത്തൊരു ഹൃദയം എനിക്ക് വേണ്ട. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കാത്തു സൂക്ഷിക്കുന്ന സമ്പത്ത് എൻ്റെ ശങ്കിനകത്ത് വെച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനിത് പറയുന്ന അഹങ്കാരത്തിൻ്റെ വാക്കുകളല്ല. കൃപയാൽ യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കാൻ എൻ്റെ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ദൈവമക്കളെ, നിങ്ങൾ വ്യക്തമായി ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ സിംഹാസനമാണ്. അങ്ങനെയെങ്കിൽ 1 കൊരിന്ത്യർ 6:15 വായിച്ച്, കർത്താവായി യേശുക്രിസ്തു അധികാരത്തോടെ കർത്താവായി നിങ്ങളുടെ ജീവിതത്തിൽ വാഴുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ സകല അവയവങ്ങളും എന്തായിരിക്കും? 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? എനിക്കൊരു കൈയുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചലമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ കരങ്ങളായി ചലിക്കും. ഞാൻ ഇന്ന് പോരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ, എൻ്റെ നാവ് നിൻ്റെ നാവായിട്ട് സംസാരിക്കാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. എനിക്ക് ബോധ്യമുള്ളതോ എനിക്ക് തോന്നുന്നതോ പറയാൻ ഇടവരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മയിൽ വരുന്നവരും അല്ലാത്തവരുമായ ദൈവമക്കളെല്ലാവരും ഒന്ന് ഹൃദയം തുറന്ന് ഈ ശബ്ദമൊന്ന് കേൾക്കാമോ? ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളറയിലെ ആഗ്രഹം നിങ്ങളോടൊന്ന് ധരിപ്പിക്കട്ടെ. ദൈവമക്കൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളായി ചലിക്കണം. യേശു നോക്കുന്നത് പോലെ കരുണയുടെ കണ്ണുള്ളവരായിരിക്കണം. യേശുവിനെ പോലെ സ്നേഹത്തിൻ്റെ ശബ്ദം ഒഴുകി വരുന്ന നാവായിരിക്കണം. ആത്മാക്കളെ നേടുവാൻ വേണ്ടി ഓടുന്ന കാലുകളായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദപുസ്തകം പിടിച്ചുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ഓടി നടക്കുന്ന കൈകളായിരിക്കണം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കൊരു കൊതിയുണ്ടോ? കർത്താവ് അത് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും
നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ എന്താണ്? 1 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 9 വാക്യം അയച്ച് ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 6:9. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? അയ്യോ, ദൈവത്തിനോ സ്തോത്രം. ഒന്ന് ഞെട്ടലോടെ കേട്ടേ നിങ്ങൾ. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ലല്ലോ ഈ ജീവിതം. ദൈവത്തിനോ സ്തോത്രം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ. There's a life after life. There's a life after death. There's a next chapter after the last chapter. മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല ഇത്. മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. ചെവി തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ കേൾക്കണം. മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. ആ നിത്യത ഒന്നുകിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന ഗന്ധകമുള്ള നരകം, അല്ലെങ്കിൽ സ്വർഗീയമായ ശാന്തിയും സമാധാനവും സ്തുതിയും മുഴങ്ങുന്നതായ സ്വർഗരാജ്യം. നിങ്ങൾക്ക് എവിടെ പോകണം? തീർച്ചയായിട്ടും സാറേ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലതായൊരാഗ്രഹമാണ്. എന്നാൽ ഓർത്തുകൊള്ളണം, ഒരു നിബന്ധന വ്യക്തമായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ ഉടയൻ പറഞ്ഞു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അന്യായം ചെയ്യുന്നവൻ 6 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്യായം എന്തെല്ലാമാണെന്ന് പറയുന്നുണ്ട്. ദൈവമക്കളെ, ഒരു പാപത്തിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ഇടവരരുത്. മനസ്സറിഞ്ഞൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാൽവറിയിലെ തങ്കച്ചോരയാൽ മോചനം കിട്ടാത്തതായ, മോചിച്ച് കിട്ടാത്ത, കഴുകി കിട്ടാത്തതായ ഒരു പാപവും വെച്ചുകൊണ്ട് നിങ്ങളും ഞാനും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം തുറക്കുന്നതാണ്. യാതൊരു അശുദ്ധനും അതിൽ കൂടി കടക്കുകയില്ല. തമ്പുരാനെ പറ്റി അമ്മയും, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിനെന്ന് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ് ജീവിതം വിശുദ്ധിയോടെ കാത്ത് ഓട്ടം തികച്ച ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹായും തലകീഴായി ക്രൂശിക്കണമെന്ന് പ്രാർത്ഥിച്ച് അരുമനാഥന്റെ കാൽപാദം മുത്തിക്കൊണ്ട് മരണം രുചിച്ചതായ പത്രോസ്ലീഹായും വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ പോക്കൊണ്ട് അവിടെ എത്തുമോ? ദൈവത്തിന് വേല ചെയ്യാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഉപദേശിക്കാൻ എളുപ്പമാണ്. ജീവിതം കറപറ്റാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതുപോലെ വില കൊടുത്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. They will not have any share there. ഒരിക്കലുമില്ല. ഇയ്യോബിന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 14 വാക്യം എന്താണ് പറയുന്നത്? ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. വളരെ വ്യക്തമാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ആ മരണം ജീവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ജീവരക്തം ഊറ്റി തന്നത്. ആ രക്തം മാർന്നു നിൽക്കുന്ന കുരിശിൻ ചോട്ടിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാലുകളുമായി ഒന്ന് അടുത്തു വരാമോ? ഞാൻ തത്വം നിങ്ങളോട് പറയുകയില്ല. ഈ പ്രസംഗത്തോടുകൂടി കുഞ്ഞാടിൻ രക്തത്താൽ നിങ്ങളൊന്ന് കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ പടിയെടുത്ത് വെക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന മണവറ പോകാൻ തക്കോണം തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പാപിനിയായിരിക്കുന്ന സ്ത്രീ ഒരു ശബ്ദം കേട്ടു, മകളെ, നിന്റെ അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപത്തെ ചുവന്നൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന് തിരുരക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. പാപമാനത്തിൻ്റെ രക്തമാണ്. കഴുകൽ പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? രണ്ടാമത് അറിയേണ്ടത്, ന്യായം ചെയ്യുന്നവൻ, മനഃപൂർവ്വം പാപം ചെയ്യുന്നവൻ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? റോമർ 6 അധ്യായത്തിന് 6 വാക്യത്തിൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം അറിയേണ്ടതായ, അനുഭവിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന അറിവല്ല, ജ്ഞാനമല്ല, അനുഭവത്തിന്റെ അറിവാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. പഞ്ചസാരയുടെ രാസഘടന എന്താണെന്ന് പഠിച്ചു വിചാരിച്ച് മധുരം കിട്ടുകയില്ല. പഞ്ചസാര 2 തരിയെടുത്ത് നാവിലിട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ മാധുര്യം നമുക്ക് നുണയാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ദൈവമക്കളെ, നാം അനുഭവിച്ച് രുചിച്ച് അറിയേണ്ടതായിരിക്കുന്ന ഒന്നാണ് എന്ത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ.
തന്നിനായിരിക്കുന്ന പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. വയസ്സേ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരു വ്യക്തമായ അനുഭവ സാക്ഷ്യമാണ്, എന്ത് ശക്തമായിരിക്കുന്ന അനുഭവ സാക്ഷ്യമാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എടുത്തു പറയുന്ന അടുത്ത സത്യം എന്താണ്? ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഓ ദൈവത്തിന് സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഈ അഹങ്കാരിയായിരിക്കുന്ന ഞാനല്ല, റോമ പൗരനായിരിക്കുന്ന ഞാനല്ല, ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച് ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനല്ല, എബ്രാഹിം ജനിച്ച് എബ്രാഹിം എന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിർത്തി ഗമയിൽ നടന്നതായ ആ ചൗലല്ല. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ആ അഹങ്കാരിയായിരിക്കുന്ന ഞാൻ, ദൈവത്തിന്റെ ശത്രുവായി ഓടിയതായ ഞാൻ, സഭയിലെ മഹാപുരുഷന്മാരുടെ അധികാരപത്രവുമായി ദൈവമക്കളെ ഉപദ്രവിക്കുവാനും പിടിച്ചുകിട്ടുവാനും കൊല്ലുവാനും കൊല നിശ്ചയിച്ചുകൊണ്ട് ഓടിയതായിരിക്കുന്ന ഞാൻ, ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് കാൽവറിയിലെ ആ സ്നേഹാഗ്നിയിൽ തട്ടിയോടെ വീണു. അവിടെ ഒരു ജീവിതം അവസാനിക്കുകയായിരുന്നു, ഒരു പുതിയ വ്യക്തിയെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ശൗൽ മരിച്ചു വീണു, വിശുദ്ധനായിരിക്കുന്ന പൗലോസ്ലീഹ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന് ആവശ്യമായിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവരായ അനുഗാമികളെയാണ്. നമ്മുടെ സ്വയം ക്രൂശിക്കപ്പെടണം. ഞാൻ ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം. പാപസംബന്ധമായി മരിച്ചവനായിരിക്കണം. ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവനായിരിക്കണം. വലിയ മദ്യപാനിയായിരുന്ന ഒരു വ്യക്തി, മദ്യപാന ആസക്തിയിൽ കുടിച്ച് മതിച്ച് രസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി മദ്യമായിരുന്നു, അത് കുടിക്കണമെന്നായിരുന്നു. അദ്ദേഹം മരിച്ചവരെടുത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായ മദ്യം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിനകത്ത് കൊണ്ട് വെച്ചാലും ആ കൈ ചലിക്കുകയില്ല, ഒരു മോഹവുമില്ല, ഒരു ഇഷ്ടവുമില്ല. ദൈവമക്കളെ, അതുപോലെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാനും പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു കൊതിയുണ്ട് കർത്താവേ, ഡെഡ് അൺടു സിൻ ആൻഡ് അലൈവ് അൺടു ജീസസ്. ആബ്സല്യൂട്ട്ലി ഡെഡ് അൺടു സിൻ. ദൈവത്തിന് സ്തോത്രം. പാപത്തിനും ലോകത്തിനും ജഡത്തിനും ക്രൂശിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലേക്ക്, ഹല്ലേലൂയ, എൻ്റെ കർത്താവേ എന്നെ നയിക്കണമേ എന്ന് നിങ്ങൾ ഈ നിമിഷം ഉള്ളം തൊട്ടെന്ന് പ്രാർത്ഥിച്ച്, സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് ആ പ്രാർത്ഥന നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ളതിൻ്റെ ആരും സംശയമില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയണം. റോമർ 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിളിക്കപ്പെട്ടവനാണ്, സംശയമില്ലല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും പുനതമ്പരാൻ അറിയാതെ ഒന്നുമില്ല. അത് അവൻ നന്മയ്ക്കാക്കി തീർക്കും. കഷ്ടതകൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റും. ശത്രു അവസാനം ലജ്ജിക്കും. എന്നെ തകർക്കുവാനും തളർത്തുവാനും വേണ്ടിയിട്ട് ശത്രു കൊണ്ടുവരുന്നതായ ചില വേദനാ വിഷയങ്ങൾ, അത് വിജയത്തിലേക്കും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും ചവിട്ടിക്കയറാനുള്ളതായ ചവിട്ടുപടികളായി മാറും. കാരണം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത്. വിത്തുവാകി ശത്രു അതിൻ്റെ മേളിൽ കൊണ്ടുപോയി മണ്ണിട്ടങ്ങ് മൂടി. വിത്തൊന്നും കാണാനില്ല, തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇതാ വിത്ത് ഇങ്ങനെ കരുത്തോടെ മുളച്ചു വരുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളൊന്നും നമ്മുടെ മേൽ ഫലിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു, കല്ലറയിൽ വെച്ചു, കല്ലറയുടെ വാതിൽ അടച്ചു, മുദ്ര വെച്ചു, സീൽ വെച്ചു, എല്ലാം തീർന്നു. ആ തച്ചൻ്റെ കഥ തീർന്നില്ല എന്നാണ് അന്നത്തെ ചോദ്യം. എല്ലാം തീർന്നെന്ന് വിചാരിച്ച്. പക്ഷേ ഉയർപ്പിന്റെ ചൈതന്യം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു തേജസ്സോടെ കല്ലറിയെ തകർത്ത് ഉയർത്തെന്നേറ്റു. എൻ്റെ അന്തരംഗത്തിലും ആ ഉയർത്തെന്നേൽപ്പിൻ്റെ ചൈതന്യമാണ് തുടിക്കുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും കെടുതികളും വന്നാലും ദൈവം ഇതിൽ ഭയപ്പെടേണ്ട. എൻ്റെ തലമുടിയിടയിൽ ഒന്നെങ്കിലും നിലത്ത് വീഴണമെങ്കിൽ കർത്താവ് അറിയാതെ സാധ്യമല്ല. ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. അവൻ എനിക്ക് വേണ്ടി കരുതും. ശത്രുവിൻ്റെതായ ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടാലും ശരി, ശത്രുവിന്റെ വായടയ്ക്കുന്ന അരുമനാഥന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നു.
നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട ദൈവമക്കളെ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി തീർക്കും. 2 തീമോഥെയോസ് 1:12 വായിച്ച്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഞാൻ അറിയുന്നതായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താണ്? ഇൻ ഹും ഐ പേഴ്സണലി ബിലീവ്. എൻ്റെ വിശ്വാസം ചെന്ന് വേരൂന്നി ഉറച്ചു നിൽക്കുന്നത്, എൻ്റെ വിശ്വാസത്തിൻ്റെ കാല് ഊന്നി നിൽക്കുന്ന എവിടെയാണ്? പുണ്യവാളന്മാരിലല്ല, തീർത്ഥാടന കേന്ദ്രത്തിലല്ല, ചില ആരാധനാ കേന്ദ്രങ്ങളിലല്ല, എന്നെ നടത്തുന്ന ചില ദൈവമക്കളിലല്ല, ചില അത്ഭുത വിഷയങ്ങളിലല്ല, ചില വരങ്ങളിലല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതൊരൊറ്റ വ്യക്തിയിലാണ്. ഏതാണ് ആ വ്യക്തി? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? കാൽവറിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി പിടഞ്ഞെടുക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു. അവൻ കാൽവറിയിൽ തങ്കച്ചോര എൻ്റെ പാപക്കറകൾ കഴുകുവാൻ മതിയായതായി തങ്കച്ചോര ഊറ്റിത്തന്നു. അവൻ എനിക്ക് വേണ്ടി ഒരു സ്വർഗം ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാലത്തിന് തെരുവിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു മണവാട്ടിയായിരിക്കുന്ന എന്നെ ചേർക്കാൻ വരും. ആ വ്യക്തിയിൽ ഞാൻ ആ രക്ഷകളിൽ ഞാൻ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പറന്നുയരുന്ന ദിവസമുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ എന്ത് അറിഞ്ഞിരിക്കണം? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മം എന്താണ്? ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ഓ, എനിക്ക് മറ്റൊരു അറിവുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഒരു പരദേശിയാണ്. ഞാനൊരു സ്ഥിര താമസക്കാരനല്ല. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. സ്വർഗവീടാണ് എൻ്റെ നിത്യമായ പാർപ്പിടം. ഞാനിത് പറയുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു കാന്തശക്തി എന്നെ വശീകരിച്ച് ആകർഷിക്കുന്നുണ്ട്. ഓ, കാന്തം ഇരുമ്പിനെ ആകർഷിച്ച് പൊക്കിക്കൊണ്ടുപോകുന്ന പോലെ. ഓ, മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ മണവറ ഒരുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മണവാളൻ വരാറായി. ഹല്ലേലൂയ. ഒരു കൊതി മാത്രമേ ഉള്ളൂ. കുഞ്ഞാടിൻ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കി വിശുദ്ധി ധരിച്ചുകൊണ്ട് പറന്നുയരാൻ തയ്യാറായി നിൽക്കണം. ലോകത്തിലേക്ക് യാതൊരു പറ്റുമാനവും വരരുത്. ഒരു ചരട് ബന്ധം പോലും ലോകത്തിലേക്ക് വരരുത്. ഒരു കളങ്കവും എൻ്റെ ജീവിതത്തെ കറപറ്റിയതായി ശേഷിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എവരി ഡേ ഈസ് എ പ്രിപ്പറേഷൻ ഡേ ഫോർ ദി ലാസ്റ്റ് ഡേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യാകാശത്തിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ മഹിമാവിൽ നീരാളം ചാർത്തി പറന്നുയരണമെന്നുള്ളതായ കൊതി നിങ്ങൾക്കുണ്ടോ? ആ പ്രത്യാശയോടെ നിങ്ങൾ വിശുദ്ധിയെ തികച്ച് ജീവിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ എന്താണ് അറിയേണ്ടത്? 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി, കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഹല്ലേലൂയ, ഒരറിവ്. എനിക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. ആ വീട് ഒരുങ്ങി തീരാറായി. ഈ ഭവനം അഴിഞ്ഞു പോകും. ഒരിക്കൽ നിങ്ങൾ കേൾക്കും ഈ വചനം പറയുന്ന CM സാറ്, ഹീസ് നോ മോർ. അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവമക്കളെ, ഇവിടെ അവസാനിക്കുന്നതല്ല ഈ ജീവിതം. അത് സ്വർഗത്തിൽ തുടരുന്നതാണ്. എൻ്റെ പൊന്നു കർത്താവ് എനിക്ക് സ്വർഗത്തിലൊരു വീട് ഒരുക്കിയിരിക്കുന്നു എന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. അവനെ ചേർക്കാനായിട്ട് വരും. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൊതി അതാണ്. നിത്യത എൻ്റെ കർത്താവിനോടുകൂടെ കഴിക്കണം. നല്ല പോർ പോരുത്. ഓട്ടം തികച്ച വിശ്വാസം കാത്ത് എൻ്റെ പാറക്കലീത്താമടയുന്നായ വാടാത്ത കിരീടം ചൂടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുന്നു മക്കളെ? ഒരു കാന്തശക്തി നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് വരാറായി കേട്ടോ. കാഹളനാദം കേൾക്കാറായി. നാം പറന്നുയരാറായി. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങണമേ എന്ന് കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധി നിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവേ, ഹല്ലേലൂയ. പഞ്ചസാര മധുരമാണെന്ന് നാവിലിടുമ്പോൾ രുചിക്കുന്നത് പോലെ എൻ്റെ പൊന്ന് കർത്താവിനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രുചിച്ചറിഞ്ഞ് അനുഭവിച്ച് നന്ദിയോടെ സ്തോത്രം. പൗലോസ്ലീഹായെ പോലെ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗീയമായിരിക്കുന്ന അനുഭൂതി രുചിച്ചതുപോലെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന മണവറ പോകണമെന്നുള്ള കൊതിയോടെ നോക്കി പാർത്തിരിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരണമേ. നന്മകളാൽ നിറയ്ക്കണമേ. കൃപയിൽ പൊതിയണമേ. അനുഗ്രഹിച്ച് കാക്കണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ.
ആമീൻ. ഹല്ലേലൂയ.